നമസ്കാരം. നേരത്തെ ട്രംപിൻ്റെ വിടുവായത്തങ്ങളെ മാത്രം ഇന്ത്യക്കാർ നോക്കിയാൽ മതിയായിരുന്നു. ഇപ്പോൾ അമേരിക്ക ഔദ്യോഗികമായി തന്നെ ട്രംപിൻ്റെ ഈ വിടുവായത്ത ശൈലിയിലേക്ക് മാറിയിരിക്കുകയാണ്. അതായത് ട്രഷറി സെക്രട്ടറിയായ സ്കോട്ട് ബെസറ്റ് ഔദ്യോഗികമായി തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഇന്ത്യക്ക് ഇനി റഷ്യയിൽ നിന്ന് 1 മാസ കാലയളവിലേക്ക് ഓയിൽ വാങ്ങാം. മാർച്ച് 5-ന് റഷ്യ ടാങ്കറുകളിൽ കയറ്റിയ ഈ ഓയിലാണ് ഏപ്രിൽ 5 വരെ ഇന്ത്യക്ക് വാങ്ങാൻ പറ്റുന്നത്. അതിനുള്ള അനുമതിയാണ് നൽകിയിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇതിനോടകം തന്നെ ഈ വിടുവായത്തങ്ങളെയൊക്കെ ഇന്ത്യ പൊളിച്ചടുക്കിയിട്ടുണ്ട്. ട്രംപ് ഇതിനു മുന്നേയും റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിയാൽ ഇന്ത്യക്ക് നേരെ വീണ്ടും താരിഫ് ഏർപ്പെടുത്തും, അങ്ങനെ ഇന്ത്യയെ മൂക്കിക്കയറ്റും എന്നൊക്കെ രീതിയിലുള്ള പല സ്റ്റേറ്റ്മെൻറ്റുകളും ഇറക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ വിദേശകാര്യ വക്താവായ രൺവീർ സിംഗ് ജയ്സ്വാൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഊർജ്ജം എവിടെ നിന്ന് വാങ്ങണം എന്ന് ഇന്ത്യയാണ് തീരുമാനിക്കേണ്ടത്, അല്ലാതെ അമേരിക്ക അല്ല എന്ന് വളരെ കൃത്യമായി അമേരിക്കയ്ക്ക് മറുപടി നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ വീണ്ടും ട്രംപ് ഈ രീതിയിൽ നേരത്തെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ സമയത്ത് അമേരിക്ക പറഞ്ഞത് കേട്ടിട്ടാണ് ഇന്ത്യ യുദ്ധം നിർത്തിയത്. അമേരിക്ക വലിയ രീതിയിലുള്ള ഭീഷണിപ്പെടുത്തി താരിഫ് ഏർപ്പെടുത്തുമെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഇന്ത്യ മുട്ടുമടക്കിയത് എന്ന് നേരത്തെ തന്നെ ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഇന്ത്യ തള്ളിക്കളഞ്ഞു. അങ്ങനെ നിരന്തരം ഇത്തരം വിടുവായത്തങ്ങളിലൂടെ അമേരിക്ക മുന്നോട്ട് നീങ്ങുകയാണ്. ഇത്തരത്തിൽ വലിയ നാണമൊന്നുമില്ലാതെ അവർ വീണ്ടും നിരന്തരം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും. അത്തരം പറയുന്ന കാര്യങ്ങളെ എടുത്തു പിടിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഒരു ഇന്ത്യൻ ട്രംപുണ്ട്, അല്ലെങ്കിൽ അമേരിക്കൻ പപ്പു ആയ ട്രംപിനെ പോലെ ഇന്ത്യൻ ട്രംപായ ഇവിടുത്തെ പപ്പുണ്ട്. പപ്പുവും ഈ വാക്കുകൾ കേട്ടുകൊണ്ട് ഈ കാര്യങ്ങൾ നിരന്തരം ഇന്ത്യക്കെതിരെ അധിക്ഷേപപരമായുള്ള പരാമർശങ്ങൾ നടത്തും. ഇന്ത്യ തീരുമാനമെടുത്തിരിക്കുന്നത് ശരിയായ രീതിയിലല്ല, ട്രംപിൻ്റെ മുന്നിൽ കീഴടങ്ങിയിരിക്കുകയാണ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് പപ്പുവിൻ്റെ അമ്മയും ഒക്കെ ഇറങ്ങുന്ന കാഴ്ച നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. എന്നാലും അത്തരത്തിലുള്ള രീതിയിലല്ല ഇന്ത്യയുടെ നയതന്ത്രം പ്രവർത്തിക്കുന്നത് എന്ന് വളരെ കൃത്യമായി തന്നെ ഇന്ത്യ ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി ട്രംപ് അല്ല, സ്കോട്ട് ബെസറ്റ് അല്ല, ആര് പറഞ്ഞാലും ഇന്ത്യക്ക് ഇന്ത്യയുടേതായ ഒരു കൃത്യമായ നയതന്ത്രമുണ്ട്. ആ രീതിയിൽ കൂടി മാത്രമേ ഇന്ത്യ മുന്നോട്ട് പോവുകയുള്ളൂ. അത് ഈ സമയങ്ങളിലൊക്കെയും ഇന്ത്യ ഓയിൽ വാങ്ങിയാൽ, റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിയാൽ അധിക തീരുവ ഉണ്ടാകില്ല. ഇനി 25 ദിവസത്തേക്കും കൂടി മാത്രമേ ഇന്ത്യയിൽ ഓയിലുള്ളൂ. അത് കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു അനുമതി ഇന്ത്യക്ക് നൽകിയിരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനൊന്നും ഇന്ത്യ ഒരു രീതിയിലുള്ള വിലയും കൊടുക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഈ ഹോർമൂസ് തുറമുഖം അടച്ചിട്ടത് മുതൽ വലിയ പ്രതിസന്ധിയാണ് ഊർജ്ജ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. അതൊക്കെ കൊണ്ടാണ് ഈ ഹോർമൂസ് തുറമുഖത്തിലൂടെ അമേരിക്കയുടെ കപ്പലുകൾക്കാണ് പ്രധാനമായും നിയന്ത്രണം. ഇന്ത്യയുടെ നിയന്ത്രണം പോലും അവരെടുത്തു മാറ്റിയിട്ടുണ്ട്. ഇനി 2 ഷിപ്പുകളിലായിട്ട് 2 കോടി ബാരൽ എണ്ണയാണ് ഇന്ത്യ വാങ്ങാൻ പോകുന്നത്. അടിയന്തരമായി 14 ബാരൽ എണ്ണ റഷ്യയിൽ നിന്ന് വാങ്ങും. ഇന്ത്യക്ക് പിന്നെയും പല കാര്യങ്ങളും പറഞ്ഞു വരുത്തുന്നുണ്ട്. പാചകവാതക കാര്യത്തിലൊക്കെ പ്രതിസന്ധിയുണ്ട് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വച്ചടിക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും ഇന്ത്യ ഒരു രീതിയിലും മറുപടി കൊടുക്കുന്നില്ല. കാരണം മറുപടി അർഹിക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമേ മറുപടി കൊടുക്കേണ്ടതുള്ളൂ. എപ്പോഴും ചെന്ന് മറുപടി കൊടുക്കേണ്ട കാര്യമില്ല. 42% എണ്ണയാണ് റഷ്യ ഉക്രൈൻ വാറിൻ്റെ സമയത്ത് ഇന്ത്യ വാങ്ങിയത്. 42%. അതായത് ഇവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രതിസന്ധിയുടെ മൂർധന്യ അവസ്ഥയിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിയത് നേരത്തെ 5% ഉക്രൈൻ വാറിൻ്റെ സമയത്ത് 42% എണ്ണയാണ് വാങ്ങിയത്. ഇനി തുടർന്നും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. അങ്ങനെ നിലവിൽ എത്രയാണോ ഇന്ത്യ എണ്ണ വാങ്ങുന്നത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. ഇന്ത്യയുടെ ഓയിൽ റിസർവ് കപ്പാസിറ്റി നേരത്തെ ഉണ്ടായിരുന്നു. അതിൻ്റെ പരമാവധിയിൽ എത്തിയതുകൊണ്ടാണ് നേരത്തെ കുറച്ച് നാൾ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങാത്തത്. ഇപ്പോൾ ആ റിസർവ് കപ്പാസിറ്റി കുറഞ്ഞിട്ടുണ്ട്. ആ റിസർവ് കപ്പാസിറ്റി കുറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങും. അത് അമേരിക്ക എന്നല്ല, ലോകത്തിലെ ഒരു രാജ്യത്തിൻ്റെയും അഭിപ്രായങ്ങൾക്ക് വഴങ്ങിയിട്ടല്ല. ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇന്ത്യ എവിടെ നിന്ന് വേണോ ഓയിൽ വാങ്ങും. അത് ഇനി റഷ്യയിൽ നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ വെനസ്വേലയിൽ നിന്നായിക്കോട്ടെ, ഏത് രാജ്യത്തിൽ നിന്നും ഓയിൽ വാങ്ങാനുള്ള അധികാരം ഇന്ത്യക്കുണ്ട്. ഇന്ത്യയുടെ പരമാധികാരം ആർക്കു മുന്നിലും ഇന്ത്യ പണയം വച്ചിട്ടില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി
സൂക്ഷിക്കുന്നതായിരിക്കും.